മുനമ്പം സമര സമിതി അംഗങ്ങളെ എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ. വൈലോപ്പിള്ളിയുടെ മനോഹരമായ ഒരു വരിയുണ്ട്, ചോരത്തുടിക്കും ചെറുകൈകളെ പേറുക വന്നീ പന്തങ്ങൾ. നമ്മുടെ മനസ്സും ഹൃദയവും എല്ലാം ഇന്ന് കത്തിച്ചൊലിക്കുകയാണ്. കാരണം വലിയൊരു ചതിയാണ് ഈ കാലഘട്ടത്തിൽ നമ്മോട് ചെയ്തത്. ഇലക്ഷന് തൊട്ടു മുമ്പ് വന്ന് നമ്മുടെ ദേവാലയത്തിന് മുമ്പിൽ വെച്ച് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം കേരളത്തിലെ പ്രമുഖരായ 2 മന്ത്രിമാർ വന്ന് അവസാനിപ്പിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞു, നമ്മുടെ എല്ലാവിധ റവന്യൂ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടും, എല്ലാം ഇനി കരമടച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമി സംരക്ഷിക്കാമെന്ന്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കരമടക്കാൻ ചെന്ന വ്യക്തികളോട് ഇനി മുനമ്പംകാർക്ക് കരമടക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പിൽ വലിയ ഒരു കോട്ട കെട്ടുകയാണ്. ഇത് തീർച്ചയായും അനീതിയാണ്. തീർച്ചയായിട്ടും ഇവിടെ വസിക്കുന്ന 610 കുടുംബങ്ങൾ അവരോട് ചെയ്ത വലിയൊരു അനീതിയാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് നാം ഇന്ന് പന്തങ്ങൾ കൈപ്പിടിച്ചുകൊണ്ട് കത്തിക്കുന്നത്. നമുക്ക് മരണം വരെ പോരാടേണ്ടി വരും. ഈ തീപ്പന്തം പോലെ തെരുവിൽ നിന്ന് കത്താനായിട്ട് നാം ഓരോരുത്തരും തയ്യാറാകണം. കാരണം നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ കിടപ്പാടമാണ്, നമ്മുടെ സ്വന്തം ഭൂമിയാണ്, നമ്മുടെ ഭവനങ്ങളാണ്. നമ്മൾ ആരെങ്കിലും സന്നദ്ധരാകുമോ നമ്മുടെ വീടുകൾ, കുടുംബം, നമ്മുടെ പറമ്പ് ഇതെല്ലാം നഷ്ടപ്പെടുത്താനായിട്ട്? തലമുറകളായി നാം വച്ച് അനുഭവിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സ്വന്തം ഭൂമി നമ്മുടേതല്ല എന്ന് ഒരു ദിവസം വന്ന് പറയുമ്പോൾ അതിന് ഇവിടെ ഭരണവർഗം കൂട്ടുനിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, ഇന്ന് വിഭാഗം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ ഈ സമരത്തെ ശക്തിപ്പെടുത്താനായിട്ട് എല്ലാവരും എന്നും വരെ സമരം ചെയ്യും. നമുക്ക് നമ്മുടേതായിട്ടുള്ള റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇതിനുവേണ്ടി നാം ഈ 450ഓളം ദിവസങ്ങൾ നിന്നുവോ അത് നാം തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് നീതി നടത്തിക്കിട്ടും വരെ നാം അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു മനസ്സോടെ, ഒരു ശരീരത്തോടെ, ഒരു ഹൃദയത്തോടു കൂടി തന്നെ ഈ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും നിലനിൽക്കണം, നിന്നേ പറ്റൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നിങ്ങൾ അർപ്പിക്കുന്നു, വിജയാശംസകൾ നേരുന്നു. മരണം വരെ നാം സമരം ചെയ്യും. സർവീശ്വരൻ നമുക്ക് അതിനുള്ള കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പറ്റിച്ചില്ലേ സർക്കാരെ, പറ്റിച്ചില്ലേ സർക്കാരെ, നാണംകെട്ട സർക്കാരെ, നാണംകെട്ട സർക്കാരെ, പാവങ്ങളുടെ നെഞ്ചത്ത്, പാവങ്ങളുടെ നെഞ്ചത്ത് ആണിയടിച്ചൊരു സർക്കാരെ, ആണിയടിച്ചൊരു സർക്കാരെ, നാടകമിനിയും നിർത്തിക്കോ, നാടകമിനിയും നിർത്തിക്കോ, അഭിനയമിനിയും നിർത്തിക്കോ, അഭിനയമിനിയും നിർത്തിക്കോ. പറഞ്ഞിട്ട്